CSID ബ്രീഫ് നമ്മൾ ഓൺലൈനായിട്ട് താൽക്കാലികമായിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണിത്. ഇത് ഒരു വെബ്സൈറ്റിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹോം പേജാണ്. ഇത് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. ഇതിലെത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് www.dementiakerala.com എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലോട്ട് വന്നതെന്ന് എത്തും. അതിൽ വന്നു കഴിയുമ്പോൾ CSID ബ്രീഫ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള സ്ഥലത്തെത്തും. അത് ഓരോ ടീമിനും, അത് ഓരോ വയോമിത്രം യൂണിറ്റിനും ഓരോ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കാസർഗോഡ് ആണെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പാസ്വേഡ് യൂസർ നെയിം പാസ്വേഡ് വെച്ച് കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വന്നെത്തുന്നു. ഇത് നമ്മുടെ ഹോം പേജാണ്. ഇതിൽ നമുക്ക് ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. നമ്മളിതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ഇപ്പോൾ തൽക്കാലം. നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ക്ലയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. ഈ ക്ലയൻസ് ആണ് നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ അടുത്ത് വരുന്നവർ. ക്ലയൻസിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ കുറച്ച് ടെസ്റ്റ് ചെയ്തത് ഇവിടെ കാണാം. ഒരു പുതിയൊരാളെ ക്രിയേറ്റ് ക്ലയൻറ്റ്. കാരണം നമുക്കൊരാളെ രജിസ്റ്റർ ചെയ്താലല്ലേ അവരുടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക, പേര് ടൈപ്പ് ചെയ്യുക. അതുകൊണ്ട് കുറച്ചൊക്കെ ഇതിനകത്ത് ഈ ആസ്ട്രിക്സ് കിടക്കുന്നതൊക്കെ മാൻഡേറ്ററി ആണ്. കാരണം ബയോമെട്രി ഒരു OP നമ്പർ ഉണ്ടാവും. ആ OP നമ്പർ ഉണ്ടെങ്കിലായിരിക്കും പിന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുക. ആബ ID ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏജ്, ജെൻഡർ അത്യാവശ്യമാണ്. ബാക്കിയുള്ളതൊക്കെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ളത് മാത്രം കാണിക്കുകയാണ്. വെറുതെ ഒരു ടെസ്റ്റ് ആയിട്ട് ഇടാം. ഫോൺ നമ്പർ ആഡ് ചെയ്യുന്നു. ബാക്കിയെല്ലാം മാൻഡേറ്ററി അല്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ നമുക്കിത് സേവ് ചെയ്തിടാം. ഇങ്ങനെ നമുക്ക് ഒരാൾക്ക് ഇരുന്നുകൊണ്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും. ഈ ക്ലയൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ഉണ്ടാവും. അവസാനമായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്ത് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഇത്രയും ഈ 1, 2 ഒഴികെ മുകളിൽ 1, 2, 3 ഈ 4 ഇവിടെ ഡിമെൻഷ്യ സ്ക്രീൻ ചെയ്യാത്തവരാണ്. അതുകൊണ്ടാണ് ഇത് ബ്ലാങ്ക് കിടക്കുന്നത്. അപ്പം എനിക്ക് ഓരോരുത്തരും എടുത്ത് എനിക്ക് സ്ക്രീൻ ചെയ്യാം. ഇപ്പം പ്രവീണിനെ സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുമ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. താഴെ വരുമ്പോൾ CSID ബ്രീഫ് കാണാം. അവിടെ ഒരു പ്ലസ് സൈൻ. ഇതിലാണ് നമ്മൾ ചെയ്യുക. അതിലെ ഫുൾ ഫോം എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇത് നമ്മൾ ആദ്യം കണ്ട അതേ സാധനം തന്നെയാണ്. അത് അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ സെക്ഷൻ 1 ഓരോന്നിനും എന്താണ് കറക്റ്റ് ആൻസർ കിട്ടിയതെന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ വെറുതെ മാർക്ക് ചെയ്യാണ്. ഇനി അവസാനത്തെ 3 വാക്കുകൾ പറയുക എന്നുള്ളതിൽ ഒന്നും ഓർക്കുന്നില്ല എങ്കിൽ ഒന്നും ഓർക്കുന്നില്ല എന്ന് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാ പറഞ്ഞതെന്ന് വെച്ചാൽ ആ 2 ആഡ് ചെയ്യുക. വഞ്ചി, മത്സ്യം ആണ് പറഞ്ഞെങ്കിൽ അതങ്ങ് ആഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് തിരഞ്ഞെടുക്കുക. ഇനി മുന്നോട്ട് നമുക്കിപ്പോൾ കെയർ ഗിവർ ഇല്ലെങ്കിൽ തുടരുവാൻ നിർവാഹമില്ല എന്ന് പറയാം. കെയർ ഗിവർ ഉണ്ടെങ്കിൽ തുടരുക എന്ന് പറയാം. അപ്പം നമുക്ക് രണ്ടും നോക്കാം. തുടരുവാൻ നിർവാഹമില്ല എന്നുള്ളൊരു സാധനമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തുകൊണ്ട് സേവ് കൊടുക്കാം. സേവ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ താഴെ ടോട്ടൽ സ്കോറും കാണാം, മിക്കവാറും ഡിമെൻഷ്യ എന്നുള്ള റിപ്പോർട്ടും കാണാം. അതുപോലെ ഇവിടെ മുകളിലും ഇതുപോലെ തന്നെ കാണാം. ഇനി നമ്മൾ പഴയ പോലെ നമ്മൾ ക്ലയൻസിൽ വന്ന് നോക്കുമ്പോൾ പ്രവീൺ ഇവിടെ ഹൈ ചാൻസ് ഓഫ് ഡിമെൻഷ്യ എന്ന് ഇവിടെയും കാണാം. ഇതൊക്കെ തെറ്റിപ്പോയതാണ്. ഇനി നമുക്ക് അടുത്തൊരെണ്ണം കൂടെ നമ്മൾ നോക്കാമെങ്കിൽ ഇവിടെ ഇതുപോലെ എടുക്കുന്നു, ഫുൾ ഫോം എടുക്കുന്നു, പ്രൊസീഡ്. നമ്മൾ ഓരോന്നും ചോദിച്ച് അതിനനുസരിച്ചുള്ള ഇത് നമുക്ക് മൊബൈലിലും വളരെ വൃത്തിയായിട്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ്. വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ വീണ്ടും ഒരു കെയർ ഗിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തുടരുക എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് സെക്ഷൻ 2 നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അവിടെയും നമുക്ക് ഇതുപോലത്തെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു നോക്കുക. ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക.
അതൊക്കെ ടൈപ്പ് ചെയ്യാം. മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇത്രയും എഴുതിയതിന് ശേഷം സേവ് കൊടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാൻ നോക്കിയാൽ സേവ് ആവില്ല. നോട്ട് വാലിഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ റെഡ് ആയിട്ട് കാണും. അപ്പം നമ്മൾ ചെയ്താൽ മാത്രമേ എല്ലാ ഫോം മൊത്തം ഫില്ല് ചെയ്താൽ മാത്രമേ അത് സേവ് ആവുള്ളൂ. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എടുത്തു നോക്കുക. നമ്മൾ ചെയ്ത മൊത്തം ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഫൈനൽ ഇതാണ് ടോട്ടൽ സ്കോർ 1 ആണ്. നമ്മൾ ഈ നോക്കിയത് ഇവിടെ നോക്കിയാലും അറിയാം. ഇവിടെ നമുക്ക് ഇതെല്ലാം ഇവിടെ ഉണ്ട്. 1 ആണ്. മിക്കവാറും ഡിമെൻഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ വീണ്ടും ക്ലയൻസ് ഇതിലോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഇതും ഹൈ ചാൻസ് ഓഫ് ഡിമെൻഷ്യ ഇന്ന് നോക്കിയതാണ്. ഇത് നമ്മൾ പ്രവീണിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യല്ലേ, ഈ ചെയ്ത ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വീണ്ടും കാണാം. അപ്പം നമുക്ക് ചെയ്തതെല്ലാം നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കാം. നമുക്ക് ഹോം പേജിലും ഇത് തന്നെ കാണാം. ആക്ച്വലി ഹോം പേജിൽ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമുക്കിവിടെ എല്ലാം ഈ സ്ക്രീനിങ് റിസൾട്ട് എല്ലാവരും 3 പേരും ഹൈ ചാൻസ് ഓഫ് ഡിമെൻഷ്യ. അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ പൈ ചാർട്ട് നന്നായിട്ട് കാണുമായിരുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇയാളുടെ ഇവിടെ നിന്ന് ചെയ്തു നോക്കാം. ഇയാളുടെ നമ്മൾ ചെയ്യുമ്പോൾ സീനിയർ സിറ്റിസൺ എടുക്കുന്നു, ഫുൾ ഫോം എടുക്കുന്നു, പ്രൊസീഡ്. നമുക്ക് നല്ല മാർക്ക് കൊടുക്കാം എല്ലാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. എല്ലാം കൂടെ വരുന്നത് അപ്പോൾ നമ്മൾ സെക്ഷൻ 1 മൊത്തവും കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും തുടരാനുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ സെക്ഷൻ 2 വന്നു. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് 9 മാർക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ 0 കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. ഇല്ല എന്ന് പറയുന്നത് 0 ആണ്. ഉണ്ട് എന്ന് പറയുന്നതാണ് 1 മാർക്ക്. അപ്പോൾ നമ്മളിവിടെ ഈ 6 എണ്ണവും ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ സേവ് കൊടുക്കുകയാണ്. സേവ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് വരികയാണ് ഡിമെൻഷ്യ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോട്ടൽ സ്കോർ 9 തന്നെയാണ്. അപ്പം നമ്മളിനി വീണ്ടും ക്ലയൻസ് ഇതിനകത്തോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരാൾക്ക് നോ ഡിമെൻഷ്യ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഹോമിൽ പോയി നോക്കുമ്പോൾ നമ്മുടെ പൈ ചാർട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് 4 പേരെ നോക്കിയിട്ടുണ്ട്. ഒരാൾ നോ ഡിമെൻഷ്യ, 3 പേര് ഡിമെൻഷ്യ ഉള്ള ആളാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരാൾ ആരാണെന്ന് അറിയാൻ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഈ നോ ഡിമെൻഷ്യ ഉള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുടെ ഡീറ്റെയിൽ കിട്ടും. ആ ആളുടെ പേരിൽ ക്ലിക്ക് ചെയ്താൽ ആ ആളെ കുറിച്ച് പറയാം. ഒരുപക്ഷെ അയാളുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അറിയാം. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോൺ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ഇവരെ ഫോളോ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോ അപ്പ് ക്ലിക്ക് ചെയ്യുക, പ്ലസ് ഇതാക്കുക. ഇത് നമുക്ക് ഡിമെൻഷ്യ പ്രോബിലിറ്റി എന്താണെന്നുള്ളത് ഇത് പിന്നീട് ഫോളോ അപ്പിൽ ഡയഗ്നോസ് ചെയ്തെങ്കിൽ ഡയഗ്നോസ്ഡ് എന്ന് തന്നെ എഴുതുക. റിവേഴ്സിബിൾ ആണ് റിവേഴ്സിബിൾ എന്ന് എഴുതിയ റിവേഴ്സിബിൾ ഡിമെൻഷ്യ എന്ന് എഴുതിയിരിക്കുക. പിന്നെ ഫോളോ അപ്പ് ബൈ ബയോമിത്രം ഡോക്ടർ ഉണ്ട്. ഹോം കെയർ നമ്മൾ ഫാമിലിക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ റിജക്റ്റഡ് ബൈ ഫാമിലി, സ്റ്റോപ്പ് ചെയ്തെങ്കിൽ സ്റ്റോപ്പ് എന്ന് എഴുതുക. റെഗുലർ ആണെങ്കിൽ റെഗുലർ ആണെന്നുള്ളത് എഴുതി വെക്കുക. സൈക്കാട്രി കൺസൾട്ടേഷനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് എന്താണോ എന്ന് പറഞ്ഞ് എഴുതിയ കെയർ പ്ലാനും നമ്മൾ എൻറ്റർ ചെയ്യാം. പിന്നെ ഇവിടെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പറഞ്ഞ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. നമുക്കിപ്പോൾ അറിയാം ഇത് ഫോളോ അപ്പിൽ എസ് എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്, ഓരോന്നും ഓൺ ഡിമാൻഡ് ആരൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്തൊന്നും അറിയാം. ഇതുപോലെ കോൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ട് നമുക്ക് CSID ബ്രീഫ് ചെയ്തുകൊണ്ട് ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യുകയും ആ ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യാനും ഉള്ളൊരു സിമ്പിൾ സിസ്റ്റമാണ്. ഇതിനകത്ത് യൂസർ നെയിം പാസ്വേഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ പ്രിഫറൻസസിലോട്ട് വരിക. ഇവിടെ ലോഗ് ഔട്ട് ചെയ്യാം. നമ്മുടെ യൂസറുടെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചേഞ്ച് പാസ്വേഡ്
ഓപ്ഷൻ വരും. കറണ്ട് പാസ്വേഡ് അടിക്കുക, ന്യൂ പാസ്വേഡ് അടിക്കുക, അത് ചേഞ്ച് കൊടുക്കുക. ചേഞ്ച് അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടൂളാണ്. താങ്ക് യു.